ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഉദ്യോഗ PSCയുടെ കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെബ്രുവരി 26, 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. എല്ലാ ദിവസവും നമ്മൾ 5 മുതൽ 6 വരെ വരുന്ന പോയിൻറ്റ്സുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടൻറ്റ് കാണുവാനും കൂടുതൽ ക്ലാസ്സുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഉദ്യോഗ PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം. രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലെത്തിയ ഏത് ക്രിക്കറ്റ് ടീമാണെന്നാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രഞ്ജി ട്രോഫി എന്നത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മത്സരമാണ്. ഈ രഞ്ജി ട്രോഫി നടത്തുന്ന ഓർഗനൈസേഷൻ ചോദിച്ചാൽ BCCI ആണ് കേട്ടോ, BCCI. അപ്പോൾ ഇപ്രാവശ്യം രഞ്ജി ട്രോഫിയിൽ ആദ്യമായിട്ട് ഫൈനലിലെത്തിയത് കേരള ക്രിക്കറ്റ് ടീമായിരുന്നു. ഈ കേരള ക്രിക്കറ്റ് ടീമിനെതിരെ നടന്നത് വിദർഭ എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീമായിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുജറാത്തിനെതിരെ സെമി ഫൈനലിൽ 2 റൺസിന് ആദ്യ ഇന്നിങ്സ് ലീഡ് നേടിയാണ് കേരളം ഫൈനലിലെത്തിയത്. ആദ്യം സെമി ഫൈനലിൽ കേരളത്തോട് മത്സരിച്ചത് ഗുജറാത്തായിരുന്നു. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ, ഗുജറാത്ത് തുടങ്ങിയ ടീമുകളെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിലെത്തിയത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി ആയിരുന്നു കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ. രഞ്ജി ട്രോഫി മത്സരത്തിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലാണ് ജമ്മു കാശ്മീർ, ഗുജറാത്ത് എന്നീ ടീമുകളെ തോൽപ്പിച്ച് രഞ്ജി ട്രോഫി ഈ വർഷം വിജയിച്ചത്. ഫൈനലിൽ വിദർഭയാണ് എതിരാളി. മത്സരം നാഗ്പൂരിൽ 2025 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെ നടക്കും. അപ്പോൾ മത്സരം നടക്കുന്നത് നാഗ്പൂരിൽ വെച്ചാണ്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെയാണ്. 1957 മുതൽ 58 മുതലാണ് രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന കേരളത്തിന് ആദ്യത്തെ ഫൈനൽ നേട്ടം കിട്ടിയത്. അതായത് 1957 മുതലാണ് കേരളം രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആദ്യമായിട്ട് ഫൈനലിലെത്തുന്നത് ഇപ്പോഴാണ്. ഫൈനൽ മത്സരം നടക്കുന്നത് ഫെബ്രുവരി 26, മാർച്ച് 2-ലാണ്. ഫെബ്രുവരി 26-ന് തുടങ്ങും. അപ്പോൾ കേരളം ഏറ്റുമുട്ടേണ്ടത് വിദർഭ എന്ന ടീമുമായിട്ടാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, നാസയുടെ സ്പിയറെക്സ് ടെലസ്കോപ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ബിഗ് ബാങ്കിന് ശേഷം പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുക എന്നതാണ്. അതായത് വലിയ പൊട്ടിത്തെറിയാണല്ലോ ബിഗ് ബാങ് തിയറി എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. അതിനുശേഷം എന്ത് നടന്നു എന്നറിയാൻ വേണ്ടി നാസയുടെ ടെലസ്കോപ്പാണ് സ്പിയറെക്സ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നു, എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാസയുടെ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സ്പിയറെക്സ് 2025 തുടക്കത്തിൽ വിക്ഷേപിക്കും. നിയർ ഇൻഫ്രാറെഡ് പ്രകാശത്തിൽ ആകാശം സ്കാൻ ചെയ്യും. നിയർ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആകാശം സ്കാൻ ചെയ്യുന്നത്. 450 ദശലക്ഷം ഗാലക്സികളുടെയും ക്ഷീരപഥത്തിലെ ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുടെയും ഡേറ്റയാണ് ഇതിൽ ശേഖരിക്കാം. 450 ദശലക്ഷം ഗാലക്സിയും ക്ഷീരപഥവുമാണ്, മിൽക്കി വേ ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഇതിൻ്റെ ഡേറ്റയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ പൊട്ടിത്തെറിക്ക് ശേഷം നാസ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ് ഏതാ എന്ന് ചോദിച്ചാൽ അത് സ്പിയറെക്സ് ആണ്. സ്പിയറെക്സ് ഒരു ഉപഗ്രഹമല്ല, അതൊരു ടെലസ്കോപ്പാണ്. ത്രിമാന പ്രപഞ്ച ഭ്രൂപടം സൃഷ്ടിച്ചിട്ട് കോസ്മിക് ഇൻഫ്ലേഷൻ, ജലജൈവ തന്മാത്രകളുടെ ഉത്ഭവം എന്നിവ പഠിക്കും എന്നാണ് സ്പിയറെക്സുമായി ബന്ധപ്പെട്ട വിവരം. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അടുത്ത പോയിന്റ്, ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റം നടത്തുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. അവർ പുതിയതായി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതാണ് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യ. ഇതെന്താണെന്ന് പഠിക്കാം. ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യ പ്രധാനമായി ഉപയോഗിക്കുന്നത് മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ വാക്യൂം ട്യൂബുകളിലൂടെ പോഡുകൾ സഞ്ചരിക്കും. വാക്യൂം ട്യൂബുകളിലൂടെയുള്ള പോഡുകളുടെ സഞ്ചാരത്തെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ ക്യാമ്പസിൽ പ്രവർത്തന മാതൃക വിജയകരമായി പരീക്ഷിച്ചു. IIT മദ്രാസിൻ്റെ ചെന്നൈ ക്യാമ്പസിലാണ് ഇത് വിജയകരമായി പരീക്ഷിച്ചത്. മാഗ്നറ്റിക് ലെവിറ്റേഷനും പ്രൊപ്പൽഷനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഹൈപ്പർലൂപ്പ് മത്സരങ്ങളിൽ ശ്രദ്ധ നേടി വ്യവസായ പങ്കാളികളുമായിട്ടുള്ള വാണിജ്യവൽക്കരണ ശ്രമത്തിലാണ് അന്താരാഷ്ട്ര ഹൈപ്പർലൂപ്പ് മത്സരങ്ങളിൽ IIT മദ്രാസിൻ്റെ സാങ്കേതിക വിദ്യ
വിജയം നേടിയത്. 4ാമത്തെ പോയിന്റ്, ചൊവ്വയിൽ പുരാതന കടൽത്തീരം കണ്ടെത്തിയ ചൈനീസ് റോവർ ഏതാണ്? ചൊവ്വയിൽ പുരാതനമായിട്ട് ഒരു കടൽത്തീരം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് ചൈനീസ് റോവറാണ്. ചൈനീസ് റോവറിൻ്റെ പേര് ഷുറോങ് എന്നാണ്. ഷുറോങ്. അപ്പം ഷുറോങ് പുരാതന കടൽത്തീരം കണ്ടെത്തിയത് ചൈനയുടെ റോവറായ ഷുറോങ് എവിടെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ്. ചൊവ്വയിൽ എന്താണ് ഷുറോങ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അത് പുരാതന കടൽത്തീരമാണ്. ടിയാൻവെൻ 1 ദൗത്യഭാഗം 2021 മെയ് മുതൽ യൂട്ടോപ്യ പ്ലെനീഷ്യയിൽ പര്യവേഷണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചൈനയുടെ ഷുറോങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടിയാൻവെൻ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഈ ഷുറോങ് റോവർ. 2021 മുതലാണ് യൂട്ടോപ്യ പ്ലെനീഷ്യയിലാണ് ഇതിൻ്റെ പര്യവേഷണം നടന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വഴി പാളികളായ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇവർ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? കടൽത്തീരം ഉണ്ട് എന്നെങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടാണ് ചൈനയുടെ ഷുറോങ് എന്ന റോവർ പുരാതന കടൽത്തീരം കണ്ടെത്തിയത്. ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ സമുദ്രമുണ്ടായിരുന്നതിൻ്റെ തെളിവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ചൊവ്വയിലെ പുരാതന കടൽത്തീരം കണ്ടെത്തിയത് ചൈനീസുകാരാണ്. ചൈനയുടെ ഷുറോങ് എന്ന റോവറാണ്. ഇത് ടിയാൻവെൻ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇത് അയച്ചത്. ജലസമൃദ്ധമായ ചൊവ്വയുടെ ഭൂതകാല സിദ്ധാന്തങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ചൊവ്വയിൽ നിന്ന് കിട്ടിയ ഈ വിവരങ്ങൾ. 5. ഭൂമി രേഖകൾ ഡിജിറ്റലാക്കാൻ ആരംഭിച്ച നക്ഷ പദ്ധതി ഏത് പരിപാടിയുടെ ഭാഗമാണ്? ഭൂമി രേഖകൾ, അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലാൻഡ് ഡീഡ്സ് അഥവാ ഭൂമിയുടെ ആധാരം, അത്തരം കാര്യങ്ങൾ രേഖകളെ ഡിജിറ്റലാക്കാൻ വേണ്ടി നക്ഷ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ്സ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ്. അതാണ് DIL-RMB, അതായത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമാണ് ഭൂമി രേഖകൾ ഡിജിറ്റലാക്കാൻ ആരംഭിച്ച നക്ഷ പദ്ധതി. നഗരപ്രദേശങ്ങളിലെ ഭൂമി ഡ്രോണുകൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, GIS എന്നിവ ഉപയോഗിച്ച് ഇത് സർവേ നടത്തും. സർവേ നടത്തിയിട്ടാണ് നമുക്ക് ഈ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് കൈമാറുന്നത്. ഭൂതർക്കങ്ങൾ കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നക്ഷ പദ്ധതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രാമീണ മേഖലകൾക്ക് പിന്നാലെ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം, അതായത് സെൻട്രൽ മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി 6ാമത്തത്, ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തിലെ തമോഗർത്തത്തിൻ്റെ പേരെന്താണെന്നാണ്. ക്ഷീരപഥത്തിൻ്റെ മിൽക്കി വേയിലെ കേന്ദ്രത്തിലെ ഒരു തമോഗർത്തമുണ്ട്. ഈ തമോഗർത്തത്തിൻ്റെ പേരെന്താണ്? സജിറ്റേറിയസ് എ എന്നാണ്. ഭൂമിയിൽ നിന്ന് 26,000 പ്രകാശം വർഷം അകലെ 41 ലക്ഷം സൂര്യന്മാരുടെ പിണ്ഡം, അതാണ് എന്തെന്നറിയപ്പെടുന്നത്? സജിറ്റേറിയസ് എ എന്നറിയപ്പെടുന്നത്. 2022 ഇവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ആദ്യ ചിത്രം പകർത്തി. ചൂടുള്ള വാതക വലയം ഇവൻ്റ് ഹൊറൈസണിന് ചുറ്റും കാണാം. ഗാലക്സിയുടെ രൂപീകരണത്തിൽ നിർണായകമാണ് ഇത്. നക്ഷത്ര ഭ്രമണപഥങ്ങളെ സ്വാധീനിക്കുന്നതാണ് സജിറ്റേറിയസ് എ. സജിറ്റേറിയസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തിലുള്ള തമോഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സജിറ്റേറിയസ് എ. ഇത് 2022 ഇവൻ്റ് ഹൊറൈസൺ ടെലിസ്കോപ്പിലാണ് ഇതിൻ്റെ ആദ്യത്തെ ചിത്രം പകർത്തിയത്. അപ്പോൾ ഇന്നത്തെ 26 ഫെബ്രുവരി 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് സീരീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ദിവസേനയുള്ള കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇത്തരത്തിൽ 5-6 പോയിന്റുകളായിട്ട് ക്ലാസ്സുകൾ തരുന്നതാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദ ചാനൽ. താങ്ക് യു ഓൾ.